ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു വേ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് 496 ആയിരുന്നു. പത്മനാഭൻ അപ്പം അവരോട് ചോദിച്ചു എനിക്ക് കുറച്ച് ചാൻസും കൂടെ തരാം, ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ടീച്ചേഴ്സൊക്കെ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. നിനക്കൊണ്ട് പറ്റും. എനിക്ക് മാർക്കൊക്കെ എല്ലാ പ്രാവശ്യവും തന്നെ കുറവായിരുന്നു. എനിക്ക് എന്നും ഇവിടെ കരയാനായിരുന്നു. ഓരോ വീക്ക് എക്സാം ആയാലും മന്ത് എക്സാം ആയാലും എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ടീച്ചേഴ്സ് എടുത്തോട് കാർഡ് കൊടുത്തില്ല, മിസ്സേ എനിക്ക് മാർക്ക് കുറവായിരുന്നു, കിട്ടുമെന്ന് തോന്നുന്നില്ല. മിസ്സുമാർ പറയും സാരമില്ല, ഓക്കെ നമുക്ക് പറ്റുന്ന പോലെ ശ്രമിക്കാം, നീ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവസാന ലാപ്പായപ്പോഴേക്ക് എനിക്ക് ഇവിടുത്തെ ഫസ്റ്റ് DTSന്റെ മാർക്ക് വന്നിട്ട് 475 ആയിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി പറ്റുന്ന പണിയെല്ലാം എനിക്ക് ഞാൻ അവിടെ ഇന്ന് ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് കുറവ് എനിക്കായിരുന്നു. അപ്പോൾ ഞാനവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ഭയങ്കര ടഫ് എക്സാം വരുമ്പം ഇത്രയും വരത്തിലാക്കി മനസ്സ് പറയുന്നു. എന്നാൽ പിന്നെ നീ പറ്റുന്ന പോലെ ചെയ്യേ, ബയോളജി ഇത്രയ്ക്ക് മേടിക്കുക, കെമിസ്ട്രി ഇത്രയ്ക്ക് മേടിക്കും പറഞ്ഞ് ഓരോ എക്സാമിന് ഞാൻ എക്സാം പിറ്റേഴ്സ് തലേദിവസം കാൽക്കുലേറ്റ് ഇട്ട് പോകും. ഇത്ര ഇത് മേടിക്കും. അപ്പം ചിലപ്പോൾ നല്ല രീതിയിൽ അത് കൂടും, ചിലപ്പോൾ കുറയും. എന്നിട്ട് നീറ്റ് എക്സാം ആയപ്പോഴേക്കും ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് ബയോളജി എന്നെ രക്ഷിച്ചിട്ടുണ്ടായി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ബയോളജി ആയിരുന്നു. ബയോളജി എനിക്ക് 85 ശരിയാക്കാൻ പറ്റി. 2 അറ്റൻഡ് ചെയ്തില്ല, അതൊന്നും തന്നെ തെറ്റിപ്പോയി. അപ്പം ബയോളജി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ബയോളജി എന്ന് പറഞ്ഞാൽ എൻ്റെ മുക്കും മൂലം പഠിക്കുമായിരുന്നു. അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എല്ലാവരും പറയും സമ്മറി നോക്കണ്ട, ഇത്ര ഇതൊന്നും വരത്തില്ലെന്ന് പറയും. പക്ഷേ ഞാൻ ഈ ഓരോ വർഷം മൊത്തം പഠിച്ചെങ്കിലും എക്സാമിന് തലേദിവസം ഞാൻ എഴുതി വെച്ച് ഷോർട്ട് നോട്ടിനകത്ത് വായിച്ചിട്ട് പോയ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഓരോ എക്സാമിന് ഞാൻ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ മാർക്ക് ചെയ്ത് വെക്കും. അതേ കാര്യം പിന്നെ ഞാൻ തെറ്റിച്ചിരിക്കും, പക്ഷെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കും.